അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അഹ്ലി സിദ്ഖി വൽ വഫ അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സക്കാത്ത് കമ്മിറ്റികളെക്കുറിച്ച് പല ആളുകളും സംശയം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സക്കാത്ത് കമ്മിറ്റികൾ അതിന് സക്കാത്ത് കൊടുത്താൽ സഹിയാവുമോ ഇല്ലയോ എന്നതിനപ്പുറം സക്കാത്ത് കമ്മിറ്റികൾ പാവപ്പെട്ടവരെയും മുതലാളിമാരെയും വഞ്ചിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. അറിഞ്ഞോ അറിയാതെയോ ഇതിൽ ഒരുപാട് പാവപ്പെട്ടവർ വഞ്ചിക്കപ്പെടുന്നുണ്ട്, മുതലാളിമാരും വഞ്ചിക്കപ്പെടുന്നുണ്ട് എന്നതാണ് ഈ എപ്പിസോഡിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് വഞ്ചിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, മൂന്ന് വിധേന പാവപ്പെട്ടവരെ കൃത്യമായി വഞ്ചിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സക്കാത്ത് മാത്രമല്ല അവകാശമായിട്ടുള്ളത്. രോഗം വന്നാൽ ചികിത്സക്ക് പണമില്ലെങ്കിൽ ആ പണം അവന് മുതലാളിമാരിൽ നിന്ന് അവകാശപ്പെട്ടതാണ്. വീടില്ലാത്തവർക്ക് പാർക്കാൻ ആവശ്യമാകുന്ന വീടും, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണവും, വസ്ത്രമുള്ളവർക്ക് വസ്ത്രവുമൊക്കെ പാവപ്പെട്ടവർക്ക് മുതലാളിമാരിൽ നിന്ന് ലഭിക്കാനുള്ള നിർബന്ധമായ ഫർള് കിഫായിയായ അവകാശമാണ്. അഥവാ അത് നൽകൽ മുതലാളിമാർക്ക് ഫർള് കിഫായും പാവപ്പെട്ടവർക്ക് നിർബന്ധമായി ലഭിക്കേണ്ടതുമാണ്. എന്നാൽ ഇന്ന് നിലവിലുള്ള സക്കാത്ത് കമ്മിറ്റികൾ സക്കാത്തിൻ്റെ പണം വാങ്ങി സമയമാകുമ്പോൾ സക്കാത്ത് നൽകാതെ അവിടെ സൂക്ഷിച്ചു വെക്കുകയും ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ അവർക്ക് ചികിത്സക്കും മറ്റുമൊക്കെ സക്കാത്തിൽ നിന്ന് പണം നൽകുകയും ചെയ്യുമ്പോൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് ഈ ഫർള് കിഫായി കിട്ടാനുള്ള മറ്റൊരു അവകാശത്തെ ഇതിലൂടെ തടയപ്പെടുന്നു എന്നതാണ്. നമ്മുടെ ഫിഖ്ഹിൻ്റെ കിതാബാകുന്ന തുഫ പോലെയുള്ള കിതാബുകളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അത്യാവശ്യമാകുന്ന കാര്യങ്ങൾക്ക് നാട്ടിലുള്ള മയാസുൽ മുസ്ലിമീൻ, അഥവാ ഒരു വർഷത്തിലേക്ക് അവനും കുടുംബത്തിനും ആവശ്യമാകുന്ന വസ്തുക്കൾ കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാവരും മയാസുൽ മുസ്ലിമീങ്ങളാണ്, മുതലാളിമാരാണ്. അവർക്ക് ആ നാട്ടിലുള്ള വീടില്ലാത്ത, ചികിത്സിക്കാൻ പണമില്ലാത്ത, ഭക്ഷണത്തിന് വകുപ്പില്ലാത്ത, വസ്ത്രത്തിന് വകുപ്പില്ലാത്ത ആളുകളെ അവർ മുസ്ലിങ്ങളാണെങ്കിലും അമുസ്ലിങ്ങളാണെങ്കിലും ഒക്കെ അവരെ സഹായിക്കൽ നിർബന്ധമാണ്. അത് ഇന്ന സമ്പത്തിൽ നിന്നാകണം എന്നില്ല, സക്കാത്ത് നിർബന്ധമുള്ള സമ്പത്തിൽ നിന്നാകണം എന്നില്ല, അതുതന്നെ വർഷം തികയണമെന്നില്ല. സമ്പത്തുള്ള എല്ലാവർക്കും അത് നിർബന്ധമായി വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഈ നിർബന്ധത്തെ മറ്റൊരു ഭാഗത്തിലൂടെ സാധുക്കൾക്ക് ലഭിക്കുന്നതിനെ തടയപ്പെടുകയും അതിനെ വർഷം തികഞ്ഞ സക്കാത്തിനെ തടഞ്ഞു വെച്ച് പിന്നെയും 5-6 മാസമോ ഒരു വർഷമോ ഒക്കെ കഴിഞ്ഞിട്ട് പാവങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന വളരെ വലിയ ഒരു വഞ്ചനയാണ് പാവപ്പെട്ടവരെ ഈ സക്കാത്ത് കമ്മിറ്റികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഒരു വർഷം തികഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്ക് ഈ സക്കാത്തിൻ്റെ അവകാശമുണ്ട്. മുതലാളിമാരുടെ കച്ചവടത്തിൻ്റെയും മറ്റൊക്കെ സക്കാത്തുകൾ വർഷം തികഞ്ഞാൽ ആ പാവപ്പെട്ടവരുടേതായി മാറുകയാണ്. എന്നാൽ അത് പാവങ്ങൾക്ക് നൽകാതെ വീണ്ടും അവിടെ പിടിച്ചു വെച്ചു കൊണ്ട് പിന്നെയും ആവശ്യങ്ങൾ കാത്തു നിൽക്കുക എന്ന് പറയുന്നത് പാവപ്പെട്ടവൻ്റെ അവകാശം അവന് നൽകാതെ പിടിച്ചു വെക്കുന്ന വലിയ അക്രമമാണ്. ഒരാളോട് നമ്മൾ കടം വാങ്ങിയിട്ട് ഒരു വർഷം കഴിയുമ്പോൾ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരു വർഷമാകുമ്പോഴുള്ള കടം അവന് കൊടുക്കാതെ അവനെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവന് ഇന്ന ആവശ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് കൊണ്ടുകൊടുക്കുന്നത് ഒരു ഔദാര്യം പോലെ കൊടുക്കുന്ന അവസ്ഥയാണ്. സക്കാത്ത് പാവപ്പെട്ടവൻ്റെ വർഷം തികഞ്ഞപ്പോൾ അവന് ലഭിക്കാനുള്ള അവകാശത്തെ തടഞ്ഞു വെച്ച് പിന്നെയും 6 മാസവും ഒരു വർഷവും ഒക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നത് അവർക്ക് ലഭിക്കാനുള്ള അവകാശത്തെ തടയുക എന്ന വളരെ ക്രൂരമായ അക്രമമാണ് സക്കാത്ത് കമ്മിറ്റികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമതായി, സക്കാത്ത് കമ്മിറ്റികൾ നടത്തുന്നത് ഈ പാവപ്പെട്ടവന് സക്കാത്തായി ലഭിക്കുന്ന പണത്തിനെ എന്തിനു വേണ്ടി ചെലവഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവൻ്റേതാണ്. കാരണം അത് അവർക്ക് നൽകുമ്പോൾ അവരുടേതായി മാറുന്നു. എന്നാൽ കമ്മിറ്റിക്കാർ അത് വീട് പണിയോ ചികിത്സയോ നൽകുമ്പോൾ അതിലേക്ക് നൽകുകയോ അല്ലെങ്കിൽ വസ്തുക്കളായി നൽകുകയോ ചെയ്യുമ്പോൾ പാവപ്പെട്ടവന് അവൻ്റെ സമ്പത്ത് എന്തിലേക്ക് തിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം തടയുകയും അത് എന്തിന് ചെലവഴിക്കണമെന്ന് കമ്മിറ്റിക്കാർ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ പാവപ്പെട്ടവൻ്റെ ആ അവകാശവും അവർ തടയുകയാണ്. അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് ഈ 3 വിധേനയുള്ള ക്രൂരമായ അക്രമമാണ് ഈ പാവപ്പെട്ടവരോട് സക്കാത്ത് കമ്മിറ്റിക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മുതലാളിമാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ മുതലാളിമാർക്ക് അവർക്ക് നിർബന്ധമാകുന്ന സക്കാത്ത് വളരെ അവർ പുണ്യം കിട്ടുന്ന ശറയിൽ വാജിബായ ഒരു കാര്യമാണല്ലോ സക്കാത്ത്. അതിൻ്റെ പുണ്യം എന്ന് പറയുന്നത്, സക്കാത്ത് എന്നത് വലിയ ഇബാദത്താണ്. നിസ്കാരം പോലെ, ഹജ്ജ് പോലെ, അതുപോലെ നോമ്പ് പോലെയുള്ള നിർബന്ധമാകുന്ന ചില നിബന്ധനകളൊക്കെയുള്ള ഇബാദത്താണ് സക്കാത്ത്.
അതല്ലാതെ നമുക്ക് രൂപവും ഭാവവും പഠിപ്പിക്കപ്പെടാതെ ഉള്ള ഇബാദത്ത് അല്ല സക്കാത്ത്. അതുകൊണ്ട് തന്നെ നിസ്കാരം ഒരാൾ പള്ളിയിലിരുന്ന് അതിൻ്റെ മൂലയിലിരുന്ന് 1 മണിക്കൂർ നേരം കരഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്തു പോയാൽ അത് നിസ്കാരമാവില്ല. അതേ സമയത്തിന് വുദൂ ചെയ്തുകൊണ്ട് അതിൻ്റെ ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് 5 മിനിറ്റ് കൊണ്ട് നിർവഹിച്ചാലും ആ നിസ്കാരം ഫർളാകുന്നത് അവൻ കൂട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എത്ര ദുആ ചെയ്തു എന്നതോ എത്ര കരഞ്ഞു എന്നതോ അല്ല ഇവിടെ നോക്കുക, ഇതിൻ്റെ ഷർത്തുകളും ഫർളുകളും പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതാണ്. ഇതുപോലെ സക്കാത്തിന് ചില ഫർളുകളും ഷർത്തുകളും ഒക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഫർളുകളും ഷർത്തുകളും ഒക്കെ കാറ്റിൽ പരത്തിക്കൊണ്ട് കമ്മിറ്റിക്ക് സക്കാത്ത് നൽകുമ്പോൾ അത് കൂടാത്ത സാഹചര്യം വരുന്നു. അതുപോലെ തന്നെ സമയമായാൽ പാവപ്പെട്ടവർക്ക് അത് നൽകുക എന്ന നിർബന്ധമാകുന്ന ഉത്തരവാദിത്വം ഈ മുതലാളിമാർ നിർവഹിക്കാത്തവരായി പോകുന്നു. ചിലപ്പോഴൊക്കെ അത് കമ്മിറ്റി പ്രവർത്തനത്തും മറ്റുമൊക്കെ സക്കാത്ത് കമ്മിറ്റിക്കാർ ചെലവഴിക്കുമ്പോൾ സക്കാത്ത് കൊടുക്കാത്തവനാകും ഈ മുതലാളി മാറുന്നു. ഇങ്ങനെ ഈ പാവപ്പെട്ട ഈ മുതലാളി അദ്ദേഹം വിശ്വസിച്ച് നൽകുന്ന ഈ പണം കൊണ്ട് ഒന്ന് സക്കാത്ത് നൽകൽ കൂടാത്ത സാഹചര്യം വരുന്നു. സക്കാത്തിൻ്റെ അവകാശികൾക്ക് സമയത്തിന് കൊടുക്കാത്തത് പിന്തിക്കുന്നു. ചിലപ്പോൾ അവകാശികൾക്ക് പോലും നൽകാതെ കമ്മിറ്റി പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതിലൂടെ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ തങ്ങളുടെ സക്കാത്തിൻ്റെ പണം നൽകിയിട്ട് പോലും സക്കാത്ത് കൂടാതെ സക്കാത്ത് കൊടുക്കാത്ത വലിയ കുറ്റക്കാരായി ഈ മുതലാളിമാരെ മാറ്റുന്ന വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ് സക്കാത്ത് കമ്മിറ്റിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കമ്മിറ്റിയിലേക്ക് സക്കാത്ത് നൽകുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാവപ്പെട്ടവരെ വഞ്ചിക്കുകയും മുതലാളിമാർക്ക് ആഖിറത്തിലുള്ള പ്രതിഫലം നഷ്ടപ്പെടുത്തി അവരെ കുറ്റക്കാരാക്കുകയും ചെയ്യുന്ന വളരെ സങ്കടകരമായ പ്രതിഷേധാർഹമായ പ്രവർത്തനമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ടവരെ ഇത്തരം വിഷയങ്ങൾക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി സറവ് പറഞ്ഞിട്ടുള്ളത് അവൻ ആവശ്യമാകുന്ന സമയത്തിൽ അവിടെയുള്ള മുതലാളിമാർ നൽകണം എന്നതാണ്. മുതലാളിമാർ അവരുടെ ഉത്തരവാദിത്തമാണ്, അത് നിർവഹിക്കാനാണ് നമ്മുടെ നാട്ടിലുള്ള റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം സക്കാത്ത് ഫണ്ടിൽ നിന്നല്ല നൽകേണ്ടത്. അത് മറ്റൊരു നിർബന്ധമായ ഫർദ് കിഫായിയായ ആരെങ്കിലും ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകുകയും ആരും ചെയ്തില്ലെങ്കിൽ നാട്ടുകാർ മുഴുവൻ കുറ്റക്കാരാകുകയും ചെയ്യുന്ന ഒരു വലിയ നിർബന്ധമായ ബാധ്യതയാണത്. അത് നിർവഹിക്കാനാണ് SKSFന്റെ പേരിൽ സഹചാരി പ്രവർത്തനം നടത്താറുണ്ട്. ഈ മുസ്ലിം ലീഗിന്റെ കീഴിൽ നമുക്കറിയാം റിലീഫ് കമ്മിറ്റികളുണ്ട്, CH സെന്ററുണ്ട്, അതുപോലെ ബൈത്തുർ റഹ്മയുണ്ട്, മറ്റു പല രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളും ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഉണ്ട്. അതൊന്നും സക്കാത്തിൽ നിന്നല്ലാതെ തന്നെ നൽകേണ്ട നിർബന്ധമായ ബാധ്യതയാണ് ഈ നമ്മുടെ സമസ്തയുടെയും അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാകുന്ന മുസ്ലിം ലീഗ് പോലെയുള്ള പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ബാധ്യതകൾ മുഴുവൻ നിർബന്ധമാകുന്ന സക്കാത്തിന്റെ പണത്തിൽ നിന്ന് അതിലേക്ക് നീക്കുകയും ആ പ്രവർത്തനങ്ങളിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന വളരെ പ്രതിഷേധാർഹമായ പ്രവർത്തനമാണ് സക്കാത്ത് കമ്മിറ്റിക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ആ വിഷയത്തിൽ ജാഗ്രതരാകണമെന്നും അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾ അവരുടെ അവകാശങ്ങൾ തടയപ്പെടുന്നതിൽ ഇതിൽ പ്രതിഷേധിക്കുകയും അതുപോലെ തന്നെ മുതലാളിമാർ ഒരിക്കലും തങ്ങളുടെ നിർബന്ധം കൂടാത്ത രൂപത്തിൽ സക്കാത്ത് ഇതിലേക്ക് നൽകുകയും ചെയ്യരുത് എന്ന് പ്രത്യേകമായി സ്നേഹബുദ്ധിയ ഉണർത്തുകയാണ്. നമ്മുടെ ശാഫി മദ്ഹബിന്റെ കർമ്മശാസ്ത്ര പ്രകാരം ഒരിക്കലും സക്കാത്ത് വിടുകയില്ല. അള്ളാഹു നമ്മെ എല്ലാ അമലുകളും അതിൻ്റെ ഷർത്തുകളും ഫർളുകളും പാലിച്ച് ഖൈറായ രൂപത്തിൽ നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.